എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പഠിക്കാനുള്ള എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് 3D അനിമേഷനിലൂടെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ലെക്ചർ സീരീസാണ് ഈ കാണുന്നത്. മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഗ്രാഫിക്സ് എന്ന സബ്ജക്റ്റ് എളുപ്പമാണ്. ഈ സബ്ജക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നതാണ് 3D അനിമേഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒരെണ്ണമാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ചെയ്യുന്നതെന്നും എന്താണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നും നമുക്ക് കാണാൻ കഴിയും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നുള്ളതാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? അതൊന്ന് വിഷ്വലൈസ് ചെയ്യാനാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഒരു റൂമിൻ്റെ കോർണർ ആയിട്ട് ഇതിനെ കൺസിഡർ, ഈ കാണുന്ന പടത്തിന് റൂമിൻ്റെ കോർണർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അതായത് ഈ മഞ്ഞ കളർ ഉള്ളത് ഫ്ലോറായിട്ടും ഈ പിങ്കും ഗ്രീനും ഈ രണ്ട് കളറും ഭിത്തികളായിട്ടും കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മുടെ ഉദ്ദേശം എങ്ങനെയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ലൈറ്റ് അടിക്കുന്നത്, എങ്ങനെയാണ് ഷാഡോ ഉണ്ടാകുന്നത്, ഇതൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം മാത്രമാണ് ഈ 3 ഭിത്തികൾ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ഭിത്തികൾ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ഈ പിങ്കും യെല്ലോയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഗ്രീനും യെല്ലോയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ പച്ചയും പിങ്കും തമ്മിലുള്ള ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. നമുക്കതൊന്ന് നോക്കാം, ഇത് 90 ഡിഗ്രി തന്നെയാണോ എന്നുള്ള കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇതുണ്ടോ, ഇത് 90 ഡിഗ്രിയാണ്. പരസ്പരം ഇവിടെ കാണുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, അതായത് പിങ്കും യെല്ലോയും തമ്മിൽ. നമുക്ക് തിരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും കാണാം, അതും 90 ഡിഗ്രിയാണ്. നമുക്ക് വീണ്ടും തിരികെ ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ നമുക്കറിയാം എല്ലാം 90 ഡിഗ്രിയിൽ ആണുള്ളത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭിത്തിയുടെ ഇടയ്ക്ക് ഇതിന് നടുക്കായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഒബ്ജക്റ്റ് വെക്കുന്നു. എന്നിട്ട് ആ ഒബ്ജക്റ്റ് വെച്ച ശേഷം നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് ഇതിൻ്റെ പുറകിൽ ഒരു ഷാഡോ കിട്ടും, അല്ലേ? അപ്പോൾ ആ ഷാഡോ എങ്ങനെയുള്ളതാണെന്ന് ആദ്യം പഠിക്കാം. അപ്പോൾ നമ്മൾ അതിന് ആദ്യം നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഒന്ന് ഓണാക്കി, ഒരു ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കാൻ പോകും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിക്കുക. ഇത് ഫ്രണ്ടാണ്, ഇത് ഫ്രണ്ടാണ്, ഇത് സൈഡാണ്, ഇത് ടോപ്പാണ്. ഓക്കെ, 3 വ്യൂ ആണുള്ളത് നമുക്ക്. ഒന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നത്, ഒന്ന് സൈഡിൽ നിന്ന് നോക്കുന്നത്, ഒന്ന് മുകളിൽ നിന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ടിലുള്ള ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പം ഫ്രണ്ടിലുള്ള ലൈറ്റ് ഓണാക്കി. ഞാൻ ഫ്രണ്ടിലുള്ള ലൈറ്റ് ഓണാക്കിയപ്പോൾ പുറകിലുള്ള ഭിത്തിയിൽ ഇതിൻ്റെ ഷാഡോ വന്നു, അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈറ്റ് സോഴ്സ് വെച്ചിട്ട് ഭിത്തിയിലൊരു ഷാഡോ ഉണ്ടാക്കുമ്പോൾ ഈ ഭിത്തിയോട് അടുപ്പിച്ച് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഷാഡോയുടെ വലിപ്പം കുറയും. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിനെ ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഷാഡോയുടെ വലിപ്പം കൂടി വരും. ഇതാണ് സാധാരണ നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഷാഡോ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഇമേജിൻ്റെ പ്രത്യേകത. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലേസർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ലേസർ ഉപയോഗിച്ച് ഒരു ഷാഡോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇമേജ് എങ്ങനെ ഇരിക്കും, അതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് റേസ് നേരെ വന്ന് ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇങ്ങോട്ട് പോകും, 90 ഡിഗ്രിയിലായിരിക്കും, ഈ ഭിത്തിയോട് 90 ഡിഗ്രിയിലായിരിക്കും ലൈറ്റ് റേസ് നേരെ ഹിറ്റ് ചെയ്യുക. സാധാരണ ലൈറ്റിന് 90 ഡിഗ്രി ആയിരിക്കില്ല, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഷാഡോ ഫോം ചെയ്യുന്നതിന് സൈസ്, ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് ആവാതെ വരുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഭിത്തിയിൽ ഷാഡോ വീഴുന്നതെങ്കിൽ, ലൈറ്റ് റേസ് വീഴുന്നതെങ്കിൽ ഷാഡോ എപ്പോഴും ഒബ്ജക്റ്റിൻ്റെ സൈസ് തന്നെയായിരിക്കും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് ഭിത്തിയിൽ വീഴുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഷാഡോയും ഈ സെയിം സൈസ് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലത്തെ ഫേസിൽ, ഈ ഫ്രണ്ടിലെ ഫേസിൽ നമ്മൾ ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. ആ ലൈറ്റ് വന്ന് വീണിട്ട് നേരെ പുറകിൽ നമുക്ക് എന്ത് കാണുന്നു? അതിൻ്റെ ഷാഡോ കാണുന്നു. അപ്പോൾ ഫ്രണ്ടിലത്തെ ഫേസ് നമുക്കിവിടെ കാണാൻ പറ്റി, ഫ്രണ്ടിലത്തെ ഫേസിൻ്റെ ഷേപ്പ് നമുക്കിവിടെ കാണാൻ പറ്റി. അടുത്ത അതുപോലെ തന്നെ നമുക്ക് ടോപ്പും സൈഡും ഓപ്പൺ ചെയ്യാം. അപ്പം ടോപ്പും സൈഡും ലൈറ്റ് ഓൺ ചെയ്തു. ഈ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഷാഡോ കിട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ മുകളിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഷാഡോ താഴെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് 3 വ്യൂ, അപ്പോൾ ഈ ഒരു ക്യൂബോയിഡ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വ്യൂ വേണം? നമുക്ക് 3 വ്യൂ മതി അല്ലേ? അതിൻ്റെ വിഡ്ത്ത് വേണം, ഹൈറ്റ് വേണം, തിക്നെസ് വേണം. അപ്പോൾ ഇവിടെ ഹൈറ്റ്, വിഡ്ത്ത് ഇത് രണ്ടും നമുക്ക് ഇവിടെ കിട്ടും. വിഡ്ത്തും ഹൈറ്റും ഇവിടെ കിട്ടും. തിക്നെസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫിഗർ 3 ഡയമെൻഷനിൽ വരച്ചെടുക്കാൻ പറ്റും. ഈ ഇങ്ങനെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത് 3ഉം ഇതിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ്ലി എടുക്കാനും പറ്റും. ഇതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നതിനുള്ള ബേസിക് ഐഡിയ. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നമ്മുടെ മാത്തമാറ്റിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വാഡ്രൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാഡ്രൻറ്റ്സ്, ഓക്കെ, അതിൻ്റെ ഒരു ടൂളാണ്. ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ 4 ക്വാഡ്രൻറ്റിനും അതിൻ്റേതായ പ്രോപ്പർട്ടികൾ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓൾ സിൽവർ ടീ കപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ വരുമ്പോഴും നമുക്ക് എന്തുണ്ടാവും? ഇതിന് ഓരോ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. നമുക്ക് ആദ്യം ഒരു ക്വാഡ്രൻറ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതും ആ ക്വാഡ്രൻറ്റിൽ ഇത് എങ്ങനെയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ചെയ്യുന്നതെന്നുള്ളതും ക്വാഡ്രൻറ്റ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണെന്നുള്ളതും നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത് ഞാൻ മാറ്റുവാണ് തൽക്കാലത്തേക്ക്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട്, ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ ഷാഡോ ഒക്കെ പോയി, ഓബ്ജക്റ്റ് എടുത്ത് മാറ്റി. ഇനി ഞാൻ ക്വാഡ്രൻറ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ക്വാഡ്രൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളിത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് കൺസിഡർ ചെയ്യാം. ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനാണ്. ഈ പിങ്ക് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനും യെല്ലോ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. ഓക്കെ, മഞ്ഞ കളറുള്ളത് ഹൊറിസോണ്ടൽ പ്ലെയിനും നമ്മുടെ ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, പിങ്ക് വെർട്ടിക്കൽ പ്ലെയിനുമാണ്. ഓക്കെ, ഈ ഇവിടെ കാണുന്ന ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇതിൻ്റെ പുറകിലുള്ള സെക്കൻഡ് ക്വാഡ്രൻറ്റും ഇത് താഴെയുള്ളത് തേർഡ് ക്വാഡ്രൻറ്റും വീണ്ടും ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റും. ഇങ്ങനെയാണ് 4 ക്വാഡ്രൻറ്റ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രൻറ്റിൽ എങ്ങനെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ ക്വാഡ്രൻറ്റ് തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ ക്വാഡ്രൻസിനെ കുറിച്ച് ഞാൻ ഇതിന് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലേക്കുള്ള ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ക്വാഡ്രൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് അടുത്ത വീഡിയോ ക്ലിയർ ആയിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ട് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് 4 ക്വാഡ്രൻറ്റിലും വെച്ചിട്ടുള്ള ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വെച്ചിട്ടുള്ള ഒരു ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ക്വാഡ്രൻറ്റ് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടു, സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന സൈഡിൽ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് ആണ്. വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ ഞാനിത് VP വെർട്ടിക്കൽ പ്ലെയിൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് അടുത്ത എന്താണ് നമ്മുടെ എയിം? ലൈറ്റ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒബ്ജക്റ്റ് വെച്ചു, ഇനി ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ സൈഡ് എടുക്കുന്നില്ല, ടോപ്പും ഫ്രണ്ടും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നേരെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ പിങ്ക് ഭിത്തിയിൽ ഇതിൻ്റെ ഷാഡോ വീഴും. അതുപോലെ ടോപ്പിലെ ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ ഷാഡോ നേരെ താഴത്തെ ഭിത്തിയിലും വീഴും. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിനിലും വീഴും. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാം. കണ്ടോ, ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ ഫ്രണ്ടിലത്തെ ഭിത്തിയിൽ ഇതിൻ്റെ ഒരു ഷാഡോ വീണു. അതായത് പിങ്ക് ഭിത്തിയിൽ അതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിനിൽ അതിൻ്റെ ഷാഡോ വീണു, ഹൊറിസോണ്ടൽ പ്ലെയിനിലും അതിൻ്റെ ഷാഡോ വീണു. ഓക്കെ, മുകളിൽ നിന്ന് ഉള്ള ലൈറ്റാണ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഷാഡോ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ള ലൈറ്റ് കാരണമാണ് വെർട്ടിക്കൽ പ്ലെയിനിൽ ഷാഡോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എടുത്ത് മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഷാഡോ എനിക്കിവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഈ ഷാഡോ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഷാഡോ ഇതാണ് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും. ഓക്കെ, ഇനി ഞാനവിടെ ആ ഷാഡോ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഈ പച്ച കളറുള്ളതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഷാഡോ, ചുവന്ന കളറുള്ളതാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഷാഡോ. അപ്പോൾ ഇതിന് ഇങ്ങനെ ചെയ്തിരുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഒബ്ജക്റ്റ് ഇനി എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിലും ആ ഷാഡോ അവിടെ നിന്ന് പോകില്ല. അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷാഡോ പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഈ ദൂരവും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും നമുക്കിവിടെ മാർക്ക് ചെയ്യണം.
ഓക്കെ, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എത്ര ദൂരത്താണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും നമ്മളിപ്പം ഇവിടെ മാർക്ക് ചെയ്യും. ഓക്കെ ഓക്കെ സോ ഇവിടെ കാണുന്നത് ഡിസ്റ്റൻസ് ഫ്രം വി പി, അത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നുള്ള ദൂരവും ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി, അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള ദൂരവുമാണ്. അപ്പോൾ ഈ രണ്ട് ദൂരം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഹൈറ്റിൻ്റെ ഷാഡോ ഇവിടെ നമുക്ക് ഈ ഹൈറ്റ് ഇവിടെ വെക്കുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് ഓൺ ആയിരിക്കുന്ന കാരണം ഇവിടെ ഷാഡോ കിട്ടും. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് ലൈറ്റ് മുകളിൽ നിന്ന് ഓൺ ആയിരിക്കുന്നതുകൊണ്ട് ആ ഷാഡോയും നമുക്ക് കിട്ടും. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതും ഒരേ ലൈനിലാണ് അല്ലേ. ഈ പച്ച വരയും നീല വരയും ഒരേ ലൈനിലാണ് വരുന്നത്. അതിൻ്റെ കാരണം ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് ഈ ഒബ്ജക്റ്റ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പം ഇങ്ങനെ 3D ആയിട്ട് കണ്ടിട്ട് കാര്യമില്ല. ഇപ്പം വീണ്ടും നമ്മളിത് 3Dയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ട്, ഒരു ടോപ്പ് വ്യൂ ഉണ്ട്. പക്ഷേ ഇത് വീണ്ടും 3 ഡയമെൻഷണൽ വ്യൂ ആണ് അല്ലേ. ഈ ക്വാഡ്രൻ്റ് തന്നെ 3 ഡയമെൻഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 3D ആണുള്ളത്. ഒരു പേപ്പറിൽ നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഇത് വരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്വാഡ്രൻറ്റിനെ നമുക്ക് തുറക്കണം. അപ്പോൾ ഈ ക്വാഡ്രൻറ്റ് തുറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 3Dയെ നമ്മൾ 2D ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്കോ നമുക്ക് വരയ്ക്കാൻ പാകത്തിന് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അതിന് ആദ്യം നമ്മൾ ഇതെല്ലാം റിമൂവ് ചെയ്യും. അതായത് ഒബ്ജക്റ്റ് ഇവിടുന്ന് തൽക്കാലം റിമൂവ് ചെയ്യും. ഈ ഡിസ്റ്റൻസ് ഇത് രണ്ടും റിമൂവ് ചെയ്യും. അപ്പം ബാക്കി നമ്മുടെ ഷാഡോ ഇവിടെ കിടക്കുന്നുണ്ട്. ഫ്രണ്ട് വ്യൂ, ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഈ പച്ചയാണ് ഫ്രണ്ട് വ്യൂ, ഈ റെഡാണ് ടോപ്പ് വ്യൂ. അപ്പം നമ്മളിത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഓൾറെഡി അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ഇതൊന്നും ഇവിടുന്ന് പോകില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇതങ്ങ് റിമൂവ് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷാഡോ ഒക്കെ പോയി. എന്നിട്ട് നമ്മൾ ഈ ഒബ്ജക്ട്സ് ഇതെല്ലാം നമ്മൾ അവിടുന്ന് തൽക്കാലം റിമൂവ് ചെയ്തു. ഇനി ഇത് നമുക്ക് തുറക്കണം. അപ്പോൾ ഇത് നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ മാത്രം, ഇപ്പോഴും നമുക്ക് 3D ആണ്. അപ്പോൾ ഇത് 2D ആയിട്ടില്ല, ഈ ഫിഗർ 2D ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ നമുക്കിത് തുറന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് 2D ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് തുറക്കുന്നത്? തുറക്കുന്നത് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനെ താഴേക്ക് റൊട്ടേറ്റ് ചെയ്ത് ഈ വെർട്ടിക്കൽ പ്ലെയിൻ്റെ മേലെ അത് മേർജ് ചെയ്യും. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ്റെ മേലെ വന്നിട്ട് മേർജ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതൊറ്റ പ്ലെയിൻ അല്ലേ. അപ്പോൾ ഇത് താഴേക്ക് പോകുമ്പോൾ ഇത് മുകളിലേക്ക് പോകും. സെക്കൻഡ് ക്വാഡ്രൻറ്റ് അടയും. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് തുറക്കുമ്പം സെക്കൻഡ് ക്വാഡ്രൻറ്റ് അടയും. അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രൻറ്റ് തുറക്കും, ഫോർത്ത് ക്വാഡ്രൻറ്റ് അടയും. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എങ്ങനെയാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് തുറക്കുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ് അടയുന്നതും ആ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിനെ തുറന്ന് കാണിക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, അതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഇതാണ്. അതിൻ്റെ അതൊരു കാര്യമുണ്ട്, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ പ്ലെയിൻ കാണാൻ പറ്റില്ല, ഹൊറിസോണ്ടൽ പ്ലെയിനെ കാണാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്കൊരു ലൈനായിട്ടാണ് കാണുന്നത്. അതിനാണ് നമ്മൾ XY ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ XY ലൈൻ എന്ന് പറയും. അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മളൊരു ലൈനായിട്ട് കാണുന്നു, ആ ലൈനിനെ നമ്മൾ XY ലൈനാണെന്ന് പറയുന്നു. ഫ്രണ്ട് വ്യൂവിൽ XY ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിൽ XY ലൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. അതിപ്പോൾ നമുക്ക് നോക്കാം. ഇത് നേരെ നോക്കൂ. അപ്പോൾ കണ്ടോ, ടോപ്പ് വ്യൂവിൽ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിൻ കാണാൻ പറ്റുന്നില്ലല്ലോ, ഒരു ലൈൻ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂവിൽ XY ലൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. നമുക്ക് ടോപ്പ് വ്യൂവും കാണാം, ഇവിടെ ഈ റെഡ് ടോപ്പ് വ്യൂ കാണാം, ഇവിടെ ഒരു ലൈൻ കാണാം. ഈ XY ലൈൻ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ഒരു ഡ്രോയിങ് ഞാൻ കാണിച്ചു തരാം ഇത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് XY ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലാവും. വീണ്ടും നമ്മൾ 3Dയിലേക്ക് വരുവാണ്. ഇനി നമ്മൾ ക്വാഡ്രൻറ്റിനെ പതുക്കെ ഓപ്പൺ ചെയ്യുവാണ്. നോക്കിക്കോളുക, ഈ HP എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴേക്ക് പോകുന്നു, അതിൻ്റെ കൂടെ തന്നെ ടോപ്പ് വ്യൂവും താഴേക്ക് പോകുന്നു. ഓക്കെ, സി ദാറ്റ്. ഓക്കെ, ഇനി നമ്മളിതിനെ ഒന്ന് തിരിച്ച് നേരെയാക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും കണ്ടോ, ഇപ്പോൾ ഇത് 2 ഡയമെൻഷനിലായി. അതായത് നമ്മളൊരു ബോർഡിൽ വരയ്ക്കുന്ന പോലെയായി. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ടോപ്പ് വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഒറ്റ പ്ലെയിൻ പേപ്പറിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കാണാൻ പറ്റുന്നുണ്ട്. ഇത് പ്രൊജക്ഷൻ ഓൺ VP, അതായത് ഫ്രണ്ട് വ്യൂ ആണ്. ഇത് പ്രൊജക്ഷൻ ഓൺ HP, ഏത് നമ്മുടെ ആ ബോളിൻ്റെ പ്രൊജക്ഷൻ ഓൺ VP, പ്രൊജക്ഷൻ ഓൺ HP ആണ്. ഇവിടെ നമ്മുടെ VP ആണ്, ഇത് HP ആണ്, ഇത് ഫ്രണ്ട് വ്യൂ ആണ്, ഇത് ടോപ്പ് വ്യൂ ആണ്. ഇത്രയാണ് നമുക്ക് ഇതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്രൊജക്ഷനാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക്
ഇതിൻ്റെ ഒരു ആക്ച്വൽ ഡ്രോയിങ് കാണാം. ഇതാണ് ഇതിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ക്വാഡ്രൻസ് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും, എങ്ങനെയാണ് ക്വാഡ്രൻസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ. അതിനുശേഷം നമുക്ക് ലൈൻസ്, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ഉണ്ട്, പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ഉണ്ട്, അതിനകത്തേക്ക് എല്ലാം ചെയ്യാം. അതിനു മുന്നേ നമുക്ക് ഇതിനൊരു ആക്ച്വൽ ഡ്രോയിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ ഓക്കെ അപ്പം നമ്മളിവിടെ ഈ കാണുന്നതാണ് ഒരു ആക്ച്വൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് ആണിത്. ഇത് കോംപ്ലിക്കേറ്റഡ് ഡ്രോയിങ് ഒന്നുമല്ല. ലൈൻസും സോളിഡ്സും ഒക്കെ വരുമ്പം കുറേ പോയിൻറ്റ്സും അതും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ ആ ബോൾ നമ്മൾ നേരത്തെ കണ്ട ബോളില്ലേ, അത് ഞാൻ എ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എ എന്ന പേര് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഒക്കെ വരച്ചിട്ടുണ്ട്. നമ്മളിവിടെ എച്ച് പി വി പി ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. വി പി എന്ന് പറയുന്നത് നേരിട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വി പി നേരെയും, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എച്ച് പി ആണ് താഴെ കാണുന്നത്. നമ്മളിത് നേരത്തെ തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ടിരുന്നു, നമ്മൾ എച്ച് പി ഇങ്ങനെ താഴേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ മഞ്ഞ ലൈൻ താഴേക്ക് പോകുന്നത് കണ്ടിരുന്നു. അപ്പോൾ താഴെ കാണുന്നത് എച്ച് പിയും മുകളിൽ കാണുന്നത് വി പിയും ആണ്. അപ്പോൾ മുകളിൽ കാണുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂവും താഴെ കാണുന്നത് നമ്മുടെ ടോപ്പ് വ്യൂ ആയിരിക്കും. ആ പർട്ടിക്കുലർ ബോൾ എന്താണെന്ന് വെച്ചാൽ, ബോളോ എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും ആ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്, ടോപ്പ് വ്യൂ ആണ് നമ്മൾ താഴെ കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ എക്സ് വൈ ലൈൻ ഞാൻ ഓൾറെഡി പറഞ്ഞുവരുന്നു. എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എച്ച് പി എന്ന് പറഞ്ഞ പ്ലെയിൻ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. 2D ആക്കുന്നതിന് മുന്നേ നമ്മൾ 3 ഡയമെൻഷനായിട്ട് ഇരുന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് എച്ച് പി എന്ന് പറയുന്ന പ്ലെയിൻ കാണാൻ പറ്റില്ല. പകരം നമ്മൾ കാണുന്നത് ഒരു ലൈൻ മാത്രമാണ്. അപ്പോൾ ആ ലൈനാണ് ഈ പറഞ്ഞ എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിലെ എക്സ് വൈ ലൈൻ എന്ന് പറയുന്ന എച്ച് പി ആണ്. അപ്പം അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എക്സ് വൈയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ കാണാൻ പറ്റില്ല, ഒരു ലൈൻ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഈ പറയുന്ന എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം താഴത്തെയാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അല്ലേ. എച്ച് പിയിൽ ഫോം ചെയ്യുന്നതാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂവിൻ്റെ ഡിസ്റ്റൻസ് എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്? വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നാണല്ലോ ടോപ്പ് വ്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പം ടോപ്പ് വ്യൂ ഡിസ്റ്റൻസ് ഫ്രം വി പി എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് ടോപ്പ് വ്യൂവിലാണ് അത് കാണാൻ പറ്റുന്നത്. ഇവിടെ ടോപ്പ് വ്യൂവിൽ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് വൈ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ഫ്രം വി പി എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിൽ. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്നത് എ പ്രൈം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രൈം യൂസ് ചെയ്തിട്ടാണ്. ഏതിൽ എയോ അല്ലെങ്കിൽ മറ്റേത് ലെറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ പ്രൈം യൂസ് ചെയ്തിട്ടുണ്ട്. ഡാഷ് മുകളിലിട്ടിട്ടുണ്ട്, അതിന് പ്രൈം എന്നാണ് പറയുക. അപ്പം എ പ്രൈം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം വി പി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് സാധാരണഗതിയിൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന് നമ്മൾ മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ലൈനൊക്കെ ആകുമ്പം അതിൻ്റെ അകത്ത് ഇൻക്ലിനേഷനൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പ്ലെയിനുമായിട്ട് ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ആ ഇൻക്ലിനേഷനും നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണിക്കും. ഇത്രയാണ് നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഓരോ ക്വാഡ്രൻറ്റ് എങ്ങനെയാണ്, ഓരോ ക്വാഡ്രൻറ്റിലും ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, ക്വാഡ്രൻറ്റ് തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഓരോ ഷാഡോ ഓരോ ക്വാഡ്രൻറ്റിലും എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും, അതിനുശേഷം പ്രൊജക്ഷൻ ഓഫ് ലൈൻസും, അത് കഴിഞ്ഞിട്ട് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സും ചെയ്തിട്ടാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ തീർക്കുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന് ശേഷം നമ്മൾ ഐസോമെട്രിക് ഉണ്ട്, പെർസ്പെക്റ്റീവ് ഉണ്ട്, പിന്നെ ഡെവലപ്മെൻറ്റും പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ലെക്ചർ സീരീസിൽ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.